ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സുനിൽ അരിമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വളരെ കൃത്യമായി എ വിജയരാഘവൻ എന്ന് പറയുന്ന നേതാവിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള വളരെ കരുതിക്കൂട്ടിയുള്ള ശ്രമം നേരത്തെ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ ഒരിക്കലും തൊടാൻ കഴിയാത്ത വിശുദ്ധ പശുവാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ എന്തോ പറഞ്ഞു, എന്തോ വർഗീയ പരാമർശമാണ് എ വിജയരാഘവൻ നടത്തിയതെന്ന തരത്തിൽ വലിയ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് കൃത്യമായ കണക്കിന് മറുപടി തന്നെ നേതാക്കൾ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്തു. എന്താണ് അവർ പറഞ്ഞത്? സിജു, CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിൽ വന്ന കാര്യങ്ങളെയാണ് വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട് കോൺഗ്രസും ലീഗ് നേതാക്കളും രംഗത്തെത്തിയത്. അതിന് കൃത്യമായ മറുപടിയാണ് CPM സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കളടക്കം ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ വിജയരാഘവൻ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ആ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന വർഗീയ നിലപാടുകൾ സംബന്ധിച്ച് തന്നെയാണ്. വർഗീയതയോട് സന്ധിപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അത് ദൃശ്യമായതാണ്, വയനാട് തെരഞ്ഞെടുപ്പിൽ അത് ദൃശ്യമായതാണ് എന്ന് തന്നെയാണ് കൃത്യമായി എ വിജയരാഘവൻ പറഞ്ഞത്. മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിൻ്റെ ഈ ഒരു കൂട്ടുകെട്ട് സംബന്ധിച്ചാണ് വിജയരാഘവൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതിനെയാണ് ഇപ്പോൾ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ലീഗിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളുമായി വന്നത്. പക്ഷേ ഇന്ന് വളരെ വ്യക്തമായി എ വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങളെ വളരെ വ്യക്തമായി അത് CPMൻ്റെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്, CPM പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, ME ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. അതിന് പിന്നാലെ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണനും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. CPM നേരത്തെ തന്നെ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നും CPMന് ആ നിലപാട് തന്നെയാണ്. വർഗീയതയോട് സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞത്. അത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞതും പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതും അത് ഔദ്യോഗിക നിലപാട് തന്നെ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടാണ്, കോൺഗ്രസ് സഖ്യകക്ഷികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ME ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ വർഗീയതയുമായി സന്ധി ചെയ്യുന്ന ലീഗ് നിലപാടിനെയാണ് എ വിജയരാഘവൻ വളരെ വ്യക്തമായി തൻ്റെ പ്രസംഗത്തിലും പരാമർശത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അത്തരം നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത്. അത് പല ഇലക്ഷനുകളിലും അത് വ്യക്തമായതാണ്. വളരെ വ്യക്തമായി ആണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് എന്നുള്ള തരത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ വർഗീയ പ്രീണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ അഭിപ്രായം തന്നെ സുനിൽ, ഇപ്പോൾ